മിസ്റ്റർ സത്യശീലൻ, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നത്. ഓ, കണ്ടോളൂ, പുറകെ കണ്ടോളൂ. കണ്ടാൽ മാത്രം പോരാ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ? നിങ്ങൾ എന്തിനാണ് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നത്? മനസ്സിലായില്ല. നിങ്ങളുടെ പറമ്പിൽ പണിയെടുക്കാൻ വന്ന ഉണ്ണി എന്ന് പറഞ്ഞ പണിക്കാരന് നിങ്ങൾ എന്തിനാണ് 1000 രൂപ കൂലി കൊടുത്തത്? ആ, അത് എന്റെ പറമ്പിൽ 1000 രൂപയുടെ പണി ഉണ്ടായിരുന്നു. ഇതേ പണിക്കാരൻ ഇന്നലെ എന്റെ പറമ്പിൽ പണി കഴിഞ്ഞപ്പോൾ 1000 രൂപ കൂലി ചോദിച്ചു എന്നോട്. ആ, ഉണ്ടെങ്കിൽ കൊടുക്കണം. കൊടുക്കേണ്ടി വന്നു എനിക്ക്. അല്ലെങ്കിൽ അതിലും കുറഞ്ഞ കൂലിക്ക് ആളെ കിട്ടും, അവരെ വെച്ച് പണിയിപ്പിക്കണം. ഓഹോ, ആ, 10-30 കൊല്ലം മഞ്ഞത്തും മഴയത്തും എല്ലാം മറന്ന് രാജ്യത്തിന് വേണ്ടി പൊരുതിയ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നോട് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, പട്ടാളക്കാരെ മുതൽ ഇന്ത്യൻ പ്രസിഡന്റിനെ വരെ രൂപപ്പെടുത്തി എടുക്കുന്ന ആളുകളാണ് അധ്യാപകര്. നിങ്ങളെപ്പോലുള്ളവരെ രൂപപ്പെടുത്തിയാൽ അവരെങ്ങനെയാവും എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവേ, വെറുതെ എന്റെ വീടിന് മുമ്പിൽ വന്നിട്ട് സഭ്യമായിട്ട് സംസാരിക്കണം. പിന്നെ വീട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്. സ്വതന്ത്ര രാജ്യമാണ്. ഞാൻ അങ്ങ് കയറില്ലല്ലോ, ഞാൻ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതാ പറയാ, നിങ്ങൾ പുറത്തു നിന്നിട്ട് പറഞ്ഞു. अरे उल्लू सत्यशील, उल्लू एक बात तुम ख्याल रखना, पिछले 30 साल राज की सेवा किया एक फौजी हूँ मैं. तुम हमारे काम पे मजाक उड़ाता है. താങ്കൾ ഇപ്പൊ വലിയ ഹിന്ദിയൊക്കെ പറഞ്ഞല്ലോ. ഈ പേപ്പറിലേക്ക് എഴുതണമെങ്കിൽ ഒരു അധ്യാപകന്റെ സഹായം വേണം. तुम क्या समझा? तुम आपको क्या समझा? എന്തെങ്കിലും കാട്ടണേ? ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്ന്. तलेकी सोया तो तुम्हारे बाप को. ഞാൻ മാർക്കറ്റ് हूँ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. मैं कचरा हूँ. അത് സാറേ പറഞ്ഞു സാറേ, നിങ്ങളെ ചെരുപ്പ് അവിടെ നാട്ടുകാർ കാണൂ. അതെ, ഇങ്ങനെ കച്ചറ നിങ്ങൾ ഇങ്ങനെ എങ്ങനെ ആവണേ? ഇതേപോലുള്ള സംസാരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മിസ്റ്റർ കോയ, ഒരു തോക്കണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ വെടിവെച്ചിട്ടുണ്ട്. സാർ അങ്ങനെ പോയിക്കോളി. കുട്ടികളൊക്കെ കേൾക്കും. സാറേ അതൊന്ന് കാട്ടരുത്. പോയിക്കോളെ സാർ, പോയിക്കോളെ. അവന്റെ സ്വഭാവം അറിയില്ല. മാഷൊക്കെ തന്നെ മഹാചേച്ച. ആരിങ്ങളോ? ആ, ഞാൻ തന്നെ. ചേട്ടോ ചേട്ടോ വാങ്ങോടുക്ക. എന്താ ചായ കുടി? എന്തേ? ഒരു മിഠായി. ഉണ്ടായോണ്ട് മിഠായി ഇതെത്ര? ഏത്? ഇത് ആ, 1 ഉറുപ്പ്യാണ്. ഇതൊക്കെ 1 ഉറുപ്പ്യന്നെ. ഇത് മതി. അല്ലാ, ഉറങ്ങായിരുന്നല്ലേ? ആ, ഞാനേ സുബൈ എനിക്ക് കുറച്ചു നേരം കിടക്കലുണ്ട്. അപ്പൊ എന്ത് കയറുന്നില്ല, ഉറക്കം വന്നിട്ടേ. ഉറക്കം മതിയില്ലേ? ഒന്ന് മതി. അല്ലാ, കൊള്ളാം. ഇതേക്കാം. എന്താ കാശ്? അല്ല, ഇതിന് 1 ഉറുപ്പ്യുള്ളോ? ആ, എടുത്തോ. എന്നെടുത്തോ. എടോ ചെങ്ങായി, ഇതിന് 1 ഉറുപ്പ്യുള്ളോ? ആ 1 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ കാട്ടാ. അതിന് 500 ഉറുപ്പ്യ എന്നാലും എങ്ങനെയാണ്? വേറെ ചില്ലറിയില്ല. ഇന്ന് വെച്ചാ ആ ഒരു മിഠായി എടുത്ത് തിന്നേറ്റ് മുമ്പ് പറയണ്ടത് വെച്ചാൽ എൻ്റെ 1 ഉറുപ്പ്യ ഇല്ലാന്ന്. ആ ലാഭം എടുത്ത് തിന്നിട്ട് ചേട്ടാ ഒരു 500 രൂപ ചില്ലറ എടുക്കാണ്ടാവോ? ചില്ലറൊന്നുമില്ല. അതെ, ആരുടെ ഈ കാലത്തൊക്കെ 1 ഉറുപ്പ്യ കയ്യിൽ വെച്ച് ഇറക്കണ് അറിഞ്ഞോ? എന്ത്? നമ്മുടെ മന്മഥല്ലേ പട്ടാളം മരിച്ചാ? അയാളുടെ മകന്റെ കാര്യം വല്ലതും അറിഞ്ഞോന്ന് ചോദിച്ചു. മകൻ മരിച്ചാ? ചാരിചാരി കാലത്ത് മുതൽ കാണാനില്ലെന്ന്. എന്ത്? ആ, പിന്നെ നമ്മുടെ മാഷില്ലേ സത്യമാഷ്, സത്യമാഷ മകൾ മണ്ടോത്തിരി ഇനിയും കാണാനില്ല. എന്താ മുതുകാടിന്റെ മേജിക്ക് നടക്കണ്ട? ആൾക്കാരെ കാണാണ്ട പറ്റിയതാണ്. അതേ അവൻ പറഞ്ഞെ. എന്ത് പൊളിച്ചോട്ടം? ഞാൻ പറഞ്ഞില്ല. കുപ്പി തല്ലി വിളിക്കണേ ഇജ്ജ് പറഞ്ഞേക്ക അവിടെ നടക്കട്ടെ. ഇതെന്താ പറയും? ഈ രണ്ടാളും തമ്മിൽ പല ചുറ്റിക്കളിയുണ്ട്. ഞാനത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വെറുതെ വേണ്ടാതീനം പറയണ്ട എന്റെ സൂത. അതെ, ഞാനിപ്പോ 2 ദിവസം മുമ്പേ കൂടി റോട്ടിൽ വെച്ചിട്ട് 2 പേര് നിന്ന് കരയണ്. എന്നെ കണ്ടപ്പോ അങ്ങടും ഇങ്ങടും പരക്കം പായാണ്. പിന്നെ ഒന്നുമില്ലാണ്ട് 2 പേര് ആരും ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് കരയോ? ഇതൊന്ന് ആലോചിച്ച് നോക്ക്. എന്തുമാതിരി ഇങ്ങനെ പട്ടാളച്ചിട്ടയില് വളർത്തണ മക്കളാ. ഇവരൊക്കെ നിയമങ്ങളൊക്കെ കേട്ടാ പേടിക്കും, നമ്മളും കൂടി പേടിക്കും. പിന്നല്ലാതെ മക്കളുടെ സ്ഥിതി എന്താ? പട്ടാളക്കാരെന്നെ കാണുമ്പോ പറയും
മക്കളെ വരച്ച വരയില് വളർത്തണം. എന്റെ പ്യാരിജാതം കണ്ട ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം അങ്ങോട്ട് പോയില്ല. നീ വളർത്തുന്നുണ്ടല്ലോ 1-2 അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പോണു എന്നാണ് അവരെ കൊണ്ടൊക്കെ നീ അനുഭവിക്കാന്ന് വെച്ചിനോട്. എന്റെ മകപ്പോഴും വാർക്കപ്പണിക്ക് പൊട്ടി 200 റുപ്യ ഡെയിലിക്ക് പറയുമ്പോ ഇജ്ജ് ആകെ തെണ്ടി തിരിഞ്ഞടക്കണ ആളാണ് ഇജ്ജ്. ഒരു ഗുണവും ഇല്ലാത്ത ഒരാളാ ഇജ്ജ്. അന്നെ ഇപ്പൊ തന്റെ മക്കള് സംരക്ഷിക്ക. അപ്പൊ വളർത്തു ദോഷം ഇപ്പൊ എവിടെ ഉണ്ടായത്? എനിക്ക് ഒരു 10-20 ആളോട് പറയാണ്ട്. അത് പറഞ്ഞോ ഇത് ശരിക്കുണ്ടല്ലോ ഇജ്ജ് അന്റെ ശരിക്കും അവിടെ നിക്കട്ട. ഇജ്ജ് എന്താ ഈ നാട്ടുകാരുടെ കാര്യത്തിൽ കയറി പറഞ്ഞത്? പ്രേമം എന്നൊക്കെ പറയുമ്പോ നമുക്ക് പിടിയിട്ടില്ല. ഒളിച്ചോടുമ്പോഴേ അറിയുള്ളൂ. എന്റെ പെങ്ങളങ്ങനെ പോയതാണ്, ആദ്യം അറിഞ്ഞില്ല. എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര ഡീസന്റ് ആയിരുന്നു. പക്ഷെ ഒളിച്ചോടി പോയി കളഞ്ഞു. എവിടെ അതറിയില്ല, അന്വേഷിച്ചില്ല, ഒഴിഞ്ഞു കിട്ടിയല്ല. ആ കാശ് വേണ്ട, ഇജ്ജ് പോയിക്കോ. ശരി, നാളെ നാളെ ഇജ്ജ് തരും. അപ്പൊ രണ്ടാളും രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? രക്ഷിതാക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവര് വരട്ടെ, ഒരു തീരുമാനം എടുക്കാൻ നോക്കാം കേട്ടോ. അല്ല സാറേ, എന്തിനാ അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്? ഞങ്ങള് പ്രായപൂർത്തിയായ ചെറുപ്പക്കാരല്ലേ. അപ്പൊ ഈ പ്രായപൂർത്തിയായ നിങ്ങൾക്ക് എന്തും ചെയ്യാന്നാണോ? എടോ, നിങ്ങൾ ഇങ്ങനെ ഒളിച്ചോടുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും നിങ്ങളെ വളർത്തി വലുതാക്കി ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ അങ്ങോട്ട് പോവുക. ഞങ്ങളങ്ങനെ കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹിച്ചിരുന്നവരല്ല സാറേ. പിന്നെ ഞങ്ങൾ അയൽവാസികളാണ്, പരസ്പരം പരിചയമുള്ളവരാണ്. ഞങ്ങളുടെ ദുഃഖങ്ങൾ പരസ്പരം പങ്കുവെച്ച് കഴിഞ്ഞിരുന്നവരാണ് ഞങ്ങൾ. ഇപ്പൊ ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ കരുതിയല്ല. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിയോ? സാറേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്ക്. പഴയ പോലീസ് സ്റ്റേഷനൊന്നും അല്ല. നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം, അതിനുള്ള മറുപടി തരും. വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡും ചെയ്യാം. ചോദിക്കും. സാറിന് എത്ര മക്കളുണ്ട്? എനിക്ക് 3 പേരുണ്ട്, 2 ആണും 1 പെണ്ണും. അവർക്ക് എന്ത് കൊടുക്കും? എന്ത് കൊടുക്കുന്നു? ആ, തിന്നാൻ കൊടുക്കും. അവർക്ക് ആഴ്ചയിൽ ഒരിക്കലും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. അല്ലാത്ത ദിവസങ്ങളിൽ പൊറോട്ട ഇറച്ചിയും കൊടുക്കും. അത് മാത്രം മതിയോ സാറേ? പിന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകും, ഒരു ടൂറിന് പോകും. ഇതൊക്കെ എല്ലാം ആയോ സാറേ? അവര് സ്നേഹിക്കണ്ടേ? മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ടത് സ്നേഹമല്ലേ? അല്ലാതെ വസ്ത്രം കൊടുത്തു, പാർപ്പിടം കൊടുത്തു എന്നൊക്കെ പറയണതാണോ കാര്യം? സാറെന്താ മിണ്ടാത്തെ? അല്ല, സാറിന് അറിയാമോ, എൻ്റെ അച്ഛൻ എന്നെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ മോളേന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് മേടിച്ച് തന്നിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടം ഉണ്ടായിട്ടില്ല. എല്ലാം അച്ഛൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ജീവിച്ചത്. ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ പഠിക്കുമായിരുന്നു സാർ. 1 മാർക്കോ 1/2 മാർക്കോ കുറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വല്ലാതെ വഴക്ക് പറയും. അത് ഞാൻ സഹിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്ത് എൻ്റെ സ്കൂളിൽ വന്ന് എൻ്റെ കൂട്ടുകാരുടെ ടീച്ചർമാരുടെ മുമ്പിൽ വെച്ച് എന്തോരം എന്നെ നാണം കെടുത്തിട്ടുണ്ടെന്ന് അറിയാം. കരയട്ടെ സാറേ, കരഞ്ഞോട്ടെ. ഇതൊക്കെ ഉള്ളിൽ കൊണ്ടുകിടന്ന് നീറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് സാറേ. എന്നെ സമപ്രായക്കാരെ കൂടെ കൂട്ടുവിടാൻ വിടൂല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കൂല. എന്നെ ഒരു സിനിമ കാണിക്കൂല. അച്ഛന് ദേഷ്യം കയറിയ ബെൽറ്റ് ഊരി എന്നെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തല്ലും. മുതുകൊക്കെ തല്ലി പൊളിച്ചു വെച്ചേക്കാണ് സാറേ. അപ്പൊ ഇത്രയൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തില്ല? സാറേ, സ്വന്തം അച്ഛനെതിരെ എങ്ങനെയാണ് പരാതി കൊടുക്കുക? മറിമായം